നമസ്കാരം. മല്ലു ഫുട്ബോളിന്റെ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് കമ്മ്യൂണിറ്റി ഷീൽഡ് കപ്പിനെ കുറിച്ചും പ്രധാനപ്പെട്ട ചില ട്രാൻസ്ഫർ റൂമേഴ്സിനെ കുറിച്ചുമാണ്. കോണ്ടന്റ് ഇഷ്ടപ്പെടുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. കമ്മ്യൂണിറ്റി ഷീൽഡിൽ മാഞ്ചസ്റ്റർ സിറ്റിയും മാഞ്ചസ്റ്റർ യുണൈറ്റഡും തമ്മിലാണ് ഏറ്റുമുട്ടിയത്. രണ്ട് ടീമുകൾക്കും ജയിക്കാനുള്ള അവസരങ്ങൾ ഉണ്ടായിരുന്നു. പക്ഷേ പെനാൽറ്റിയിൽ യുണൈറ്റഡിനെ പരാജയപ്പെടുത്തിക്കൊണ്ട് മാഞ്ചസ്റ്റർ സിറ്റി കപ്പ് സ്വന്തമാക്കുകയും ചെയ്തു. ഇപ്പൊ കളി നോക്കിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇരു ടീമുകൾക്കും അവസരങ്ങൾ ഉണ്ടായിരുന്നു. 9 ചാൻസുകൾ യുണൈറ്റഡ് ക്രിയേറ്റ് ചെയ്തപ്പോൾ 8 ചാൻസുകൾ സിറ്റിയുടെ സൈഡിൽ നിന്ന് വന്നു. ഒരുപാട് ഷോട്ട്സ് ഒന്നും ടാർഗറ്റിലേക്ക് എത്തിക്കാൻ ഇരു ടീമുകൾക്കും കഴിഞ്ഞില്ല. 2 ഷോട്ടുകൾ യുണൈറ്റഡും 1 ഷോട്ട് സിറ്റിയുടെ സൈഡിൽ നിന്നും വന്നു. അപ്പൊ കളിയുടെ ആദ്യ ഘട്ടത്തിൽ തന്നെ 1-2 ഹാഫ് ചാൻസുകളൊക്കെ ഇരു ടീമുകൾക്കും ലഭിക്കുകയും ചെയ്തു. ഇവിടെ എടുത്തു പറയേണ്ടത് 2 യങ് ഫ്യൂച്ചർ സൂപ്പർ സ്റ്റാർസിനെ കുറിച്ചാണ്. സിറ്റിയുടെ സൈഡിൽ നിന്നും ഓസ്കാർ ബോബ്, എനിക്ക് തോന്നുന്നു ലെഫ്റ്റ് ഫൂട്ടഡ് വളരെ ടാലന്റഡ് ആയിട്ടുള്ള ഒരു പേരാണെന്ന് പുള്ളി ഓരോ മത്സരം കഴിയും തോറും തെളിയിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇപ്പൊ റൈറ്റ് വിങ്ങിലൂടെ ഡ്രിബിൾ ചെയ്ത് പോകുന്നതൊക്കെ കണ്ടു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പുള്ളിയുടെ സ്പീഡും അജിലിറ്റിയും ഒരു 1-on-1 ഡ്രിബിളിംഗ് സ്കിൽസും ഒക്കെ വളരെ പോസിറ്റീവായിട്ടാണ് എനിക്ക് തോന്നുന്നത്. ഇപ്പൊ പെപ്പിന്റെ കൈ കിട്ടിയിട്ടുണ്ട്. 1-2 സീസണൊക്കെ കഴിയുന്നതോടെ പുള്ളി ഒരു സൂപ്പർ സ്റ്റാറായി മാറാനുള്ള എല്ലാ സാധ്യതയും നമ്മളിപ്പോൾ കാണുന്നുണ്ട്. അതേപോലെ തന്നെ യുണൈറ്റഡ് സൈഡിൽ നിന്നും അമാദ് ഡിയാലോയുടെ പെർഫോമൻസും എടുത്തു പറയണം. വളരെ ഫിയർലെസ് ആയിട്ടാണ് ഈ യങ്സ്റ്റേഴ്സ് ഒക്കെ കളിക്കുന്നത്. കോൺഫിഡന്റ് ആണ്, ബോൾ കൺട്രോൾ ഉണ്ട്, 1-2 ഡ്രിബിളൊക്കെ ചെയ്ത് റൈറ്റ് വിങ്ങിലേക്ക് പോകുന്നു, കറക്റ്റ് ആയിട്ടുള്ള ടൈമിൽ ബോൾ റിലീസ് ചെയ്യുന്നു. ശരിക്കും പറഞ്ഞാൽ മെയ്സൺ മൗണ്ടിന് ഇന്ന് കൊടുത്ത പാസ് ഒക്കെ നോക്കി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പുള്ളിയുടെ മിസ്റ്റേക്ക് കൊണ്ട് മാത്രമാണ്, ഇല്ല അതൊക്കെ സ്കോർ ചെയ്യേണ്ട ഓപ്പർച്യൂണിറ്റികളാണ്. ഇപ്പൊ ഞാനൊരു പെർഫെക്റ്റ് കമ്പാരിസൺ നടത്തുന്നില്ല. ഇപ്പോൾ ആന്റണിയും പുള്ളിയായിട്ട് ഒന്ന് കമ്പയർ ചെയ്ത് നോക്കി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എന്റെ പൊന്നോ, ഡേ ലൈറ്റ് ഡിഫറൻസ് കാണാൻ പറ്റും. പുള്ളി വളരെ യങ് ആണ്, ഇനി ഇംപ്രൂവ് ചെയ്യേണ്ടതുണ്ട്. പക്ഷേ ടെനാഗ് പുള്ളിക്ക് കോൺഫിഡൻസ് കൊടുക്കട്ടെ എന്ന് പ്രതീക്ഷിക്കാം. അപ്പോൾ കളിയുടെ ആദ്യഘട്ടത്തിൽ 2 ടീമുകൾക്ക് സ്കോർ ചെയ്യാൻ പറ്റിയില്ല. സെക്കൻഡ് ഹാഫിൽ റാഷ്ഫോർഡിന് കിട്ടിയ ഒരു ചാൻസ് ഒക്കെ എങ്ങനെയാണ് പുള്ളി മിസ്സാക്കുന്നതെന്ന് എനിക്ക് ഇപ്പോഴും മനസ്സിലാകുന്നില്ല. നമ്മൾ 2-3 സീസണായിട്ട് റാഷ്ഫോർഡിന്റെ 1-on-1 ഇമ്പ്രൂവ് ആകും എന്ന് വിചാരിക്കുന്നു. പക്ഷേ ഒരു തരത്തിലുള്ള ഇമ്പ്രൂവ്മെന്റ് നമ്മൾ കാണുന്നില്ല. ഇപ്പോൾ 1-on-1 ചാൻസ് വരുന്ന സമയത്ത് കീപ്പർ മാത്രമേ ഉള്ളൂ. എഡേഴ്സൺ ആ സമയത്ത് പുള്ളിയുടെ അടുത്തുണ്ട്. എന്നിരുന്നാലും അതൊക്കെ സ്കോർ ചെയ്യേണ്ട ഒരു ചാൻസുകളാണ്. പുള്ളിക്ക് സ്കോർ ചെയ്യാൻ പറ്റിയില്ല. വുഡ് വർക്ക് ടെസ്റ്റ് ചെയ്തെന്നല്ലാതെ പോസ്റ്റിലേക്ക് ബോൾ എത്തിക്കാൻ റാഷ്ഫോർഡ് വീണ്ടും പരാജയപ്പെട്ടു. അങ്ങനെ ഗർനാച്ചോ ആണ് 1-0 ലീഡിലേക്ക് യുണൈറ്റഡിനെ എത്തിക്കുന്നത്. അടിപൊളി ഗോളായിരുന്നു. പുള്ളി ഡ്രിബിൾ ചെയ്ത് ശരിക്കും പറഞ്ഞാൽ ലെഫ്റ്റ് വിങ്ങിലേക്ക് പോയി ഒരു ഷോട്ട് എടുക്കുന്നു. വളരെ കൃത്യമായിട്ടുള്ള ഒരു ഫിനിഷിംഗ് ആണ്. 80 മിനിറ്റ്സിൽ 1-0 ലീഡിലേക്ക് യുണൈറ്റഡ് വരുന്നു. 10 മിനിറ്റ് കളി ഹോൾഡ് ചെയ്യാൻ യുണൈറ്റഡിന് കഴിഞ്ഞില്ല. സിറ്റി ശക്തമായിട്ട് തിരിച്ചു വരുന്നു. ഇവിടെ ഏറ്റവും ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള കാര്യം, അപ്പോൾ പൊതുവെ ഹൈറ്റ് കുറഞ്ഞിട്ടുള്ള ബെർണാഡോ സിൽവയ്ക്ക് കൂളായിട്ട് ഹെഡ് ചെയ്യാനുള്ള ഒരു ചാൻസ് കിട്ടുക എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പുള്ളിനെ മാർക്ക് ചെയ്തിട്ടുണ്ടെന്നുള്ളത് വളരെ കൃത്യമാണ്. അങ്ങനെ ഒരു ബോൾ എത്തുന്നു, യാതൊരു പ്രഷറും ഇല്ലാതെ സിൽവ അത് ബോക്സിലേക്ക് എത്തിക്കുകയും ചെയ്തു. അങ്ങനെ 1-1 സ്കോറിലേക്ക് കളി വരുന്നു. പിന്നീട് കളി പെനാൽറ്റിയിലേക്ക് പോയി. ഷൂട്ട് ഔട്ടിലും ഒനാന ഒരു കിടിലം ഓപ്പർച്യൂണിറ്റി യുണൈറ്റഡിന് കൊടുത്തു. അത് അഡ്വാൻറ്റേജ് തന്നെയായിരുന്നു. സിൽവയുടെ ഒരു ഷോട്ട് ഒനാന സേവ് ചെയ്യുന്നു. എന്നിട്ട് പോലും ജയത്തിലേക്ക് കൊണ്ടുപോകാൻ യുണൈറ്റഡിന് കഴിഞ്ഞില്ല. പിന്നീട് ഇവാൻസിന്റെ പന്ത് പുറത്തേക്ക് പോയി. അത് മുതലാക്കിക്കൊണ്ട് യുണൈറ്റഡ് ഒരു ഷോട്ട് ടാർഗറ്റിലേക്ക് എത്തിച്ചുകൊണ്ട് കമ്മ്യൂണിറ്റി ഷീൽഡ് കപ്പ് സ്വന്തമാക്കുകയും ചെയ്തു. എന്തായാലും മറ്റൊരു മിസ്ഡ് ഓപ്പർച്യൂണിറ്റിയാണ് നമ്മളിന്ന് കണ്ടത്. യുണൈറ്റഡിന്റെ കാര്യം നമുക്കറിയാം. 2 കിഡിലം ട്രാൻസ്ഫർ അപ്ഡേറ്റ്സ് ഇന്ന് വന്നിട്ടുണ്ട്. ഡെലിറ്റിന്റെ കാര്യം ഏതാണ്ട് തീരുമാനമായി കഴിഞ്ഞു. 45 മില്യൺ പ്ലസ് 5 മില്യൺ ആഡോൺസ് കൊടുത്തിട്ടാണ് ബയൺ മ്യൂണിച്ചിൽ നിന്ന് യുണൈറ്റഡിന്റെ ഡിഫൻസിലേക്ക് ഡെലിറ്റിനെ കൊണ്ടുവരുന്നത്. അത് മാത്രമല്ല, മസറോയുടെ കാര്യം ഏതാണ്ട് കൺഫേം ആയി കഴിഞ്ഞു. 15 മില്യൺ പ്ലസ് 5 മില്യൺ ആഡോൺ കൊടുത്തിട്ട് പുള്ളി കൂടി വന്നിട്ടുണ്ടെങ്കിൽ എനിക്ക് തോന്നുന്നു വിങ്ങിലായാലും ഡിഫൻസിലായാലും നല്ല രീതിയിലുള്ള ഒരു ഇംപ്രൂവ്മെന്റ് കൊണ്ടുവരാൻ ടെനാഗിന് കഴിയും എന്ന് പ്രതീക്ഷിക്കാം. മറ്റൊരു ന്യൂസ് നമ്മൾ കേൾക്കുന്നത് എമേഴ്സൺ റോയലിന്റെ സൈഡിൽ നിന്നാണ്. ഇപ്പൊ റോയലും AC മിലാനായിട്ട് കഴിഞ്ഞ കുറെ ദിവസങ്ങളായിട്ട് നെഗോസിയേഷൻ നടക്കുന്നു. ഇപ്പോൾ സംഭവം കൺഫേം ആയി. പുള്ളി AC മിലാനിലേക്ക് പോയി എന്നത് വ്യക്തമായി കഴിഞ്ഞു. അപ്പൊ ഇന്ന് ബയൺ മ്യൂണിച്ചും ഹാരി കെയ്നും ഒക്കെ ഒരു ഇടവേളയ്ക്ക് ശേഷം സ്പേഴ്സിന്റെ സ്റ്റേഡിയത്തിലേക്ക് മടങ്ങി വന്നു. ഒരു ഫ്രണ്ട്ലി മത്സരം ഉണ്ടായിരുന്നു. അതിൽ 2-3 സ്പേഴ്സ് പരാജയപ്പെട്ടു. ആ സ്ട്രൈക്കറുടെ ഒരു അഭാവം നമ്മൾ കൃത്യമായിട്ട് തന്നെ കാണുന്നുണ്ട്. എന്നാൽ ബയന്റെ സൈഡിൽ നിന്ന് ഒരു കൃത്യമായിട്ടുള്ള അറ്റാക്ക് കണ്ടു. അവര് 3 ഗോളുകൾ സ്കോർ ചെയ്ത് വിജയിക്കുകയും ചെയ്തു. ഡൊമിനിക് സോളങ്കിയുടെ മെഡിക്കലൊക്കെ കഴിഞ്ഞ് പുള്ളി വളരെ കൃത്യമായിട്ട്
സ്പേഴ്സിലേക്ക് ഇന്റർഗ്രേറ്റ് ആവട്ടെ എന്ന് പ്രതീക്ഷിക്കുന്നു. നിങ്ങളുടെ അഭിപ്രായം താഴെ അറിയിക്കുക. പുതിയൊരു വീഡിയോയുമായി വീണ്ടും കാണാം. താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ്. ബൈ ഫോർ നൗ.